എൻസോ മരസ്ക എന്തുകൊണ്ടാണ് എൻസോ ഫെർണാണ്ടസിനെ സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇത് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരം. FA കമ്മ്യൂണിറ്റി ഷീൽഡിന്റെ ഫൈനൽ. ആഴ്സണലിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി തകർന്നുപോയി അല്ലെ, എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. അപ്പൊ ഈ ഒരു മത്സരത്തിലെ മാൻ സിറ്റിയുടെ പെർഫോമൻസ്, മാൻ സിറ്റിയുടെ പ്രശ്നങ്ങൾ, ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ എൻസോ മരസ്ക എന്തുകൊണ്ട് എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതിന് ഒരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ നോക്കി വെച്ചൊക്കെ നമ്മൾ സ്ഥിരം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു മത്സരത്തെ കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടതുണ്ട്. മത്സരത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. ഓക്കെ, ആദ്യമേ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ സൈഡഡ് ഗെയിം ആയിട്ടാണ് പലരും കാണുന്നത്. അതിനുള്ള കാരണം സ്കോറാണ്. 3-0, ഒരു ടീം 3 അടിക്കുന്നു, ഒരു ടീം 0. അപ്പോൾ ഒരു വൺ സൈഡഡ് ഗെയിം, ആഴ്സണലിന്റെ സർവാധിപത്യം. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ കളി കണ്ടിരുന്നു. ആഴ്സണലിന്റെ ഒരു സർവാധിപത്യം ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് മാൻ സിറ്റിക്കായിരുന്നു, ഏറ്റവും കൂടുതൽ പാസുകൾ ചെയ്തത് മാൻ സിറ്റി ആയിരുന്നു, ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാൻ സിറ്റി ആയിരുന്നു, ഏറ്റവും കൂടുതൽ ഈ ഒരു കംപ്ലീറ്റഡ് പാസ് അത് ചെയ്തത് മാൻ സിറ്റി ആയിരുന്നു, ഏറ്റവും കൂടുതൽ കോർണേഴ്സ് വിൻ ചെയ്തത് മാൻ സിറ്റി ആയിരുന്നു, ഏറ്റവും കൂടുതൽ ഷൂട്ട് അടിച്ചത് മാൻ സിറ്റി ആണ്, ഏറ്റവും കൂടുതൽ ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചത് രണ്ട് ടീമും 5-5 ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു വൺ സൈഡഡ് ഗെയിം ആണ് ഇത് പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ. ആഴ്സണൽ 4 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, അവർ 3 ഗോളാക്കി. മാൻ സിറ്റിയെ സംബന്ധിച്ച് ആകെ ക്രിയേറ്റ് ചെയ്തത് ഒരു ബിഗ് ചാൻസ് ആണ്, ഒരൊറ്റ ബിഗ് ചാൻസ്. അതിൽ ഒന്നും തന്നെ ഗോളാക്കാനും പറ്റിയിട്ടില്ല. ഈ ഒരു മത്സരത്തിൽ ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ആഴ്സണലിന്റെ കീപ്പറായിട്ടുള്ള ഡേവിഡ് റേയ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൾ വളരെ മികച്ച കുറച്ച് സേവുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓവറോൾ നോക്കുന്ന സമയത്ത് സ്കോർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൺ സൈഡഡ് ഗെയിമാണ്. പക്ഷെ കളി കറക്റ്റായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതൊരിക്കലും ഒരു വൺ സൈഡഡ് ഗെയിം ഒന്നുമല്ല. ഇനി സിറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, സിറ്റി വിട്ട് കുറച്ച് പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഭൂരിഭാഗം മത്സരങ്ങളിലും ആ ഒരു 4-2-3-1 എന്ന ഫോർമേഷനിൽ ആ ഒരു സെൻറ്ററിൽ ആ ഒരു 2 പേരില്ലേ, അതായത് ഈ 4 ഡിഫൻഡേഴ്സിന് മുന്നിൽ കളിക്കുന്ന 2 പേര്, അവിടെ കളിച്ചിരുന്നത് ഒരാൾ റോഡ്രി ആയിരുന്നു. പിന്നെ വേറൊരാൾ, പല ആൾക്കാരെയും മാറ്റി മാറ്റി പെപ് ഗാർഡിയോള ഉപയോഗിച്ചിരുന്നെങ്കിലും ബെർണാർഡോ സിൽവ ആയിരുന്നു കുറേ ഇമ്പോർട്ടൻറ്റ് മാച്ചസിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നത്. ആ 2 പൊസിഷനിലും കഴിഞ്ഞ മത്സരത്തിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഒരിടത്ത് മറ്റേ കോവച്ചിച്ചിനെ കളിപ്പിച്ചു, ഒരിടത്ത് എലീറ്റ് ആൻഡർസനെ കൊണ്ടുവന്നു. ആൻഡർസനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ സൈനിങ് ആണ്, ഒരു ബിഗ് സൈനിങ് ആണ്. ആൻഡർസൺ ഒരു സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും, അതായത് നമ്പർ 6 ആയിട്ടും നമ്പർ 8 ആയിട്ടും കളിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. ഇത് നമുക്ക് ഈ ഒരു മത്സരത്തിനെ വലിയ രീതിയിൽ ബാധിച്ചൊരു കാര്യമാണ്. കാരണം കോവച്ചിച്ചും ഈ ഒരു ആൻഡർസണും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. 2 പേരും അവരുടെ ആ ഒരു പൊസിഷൻ, നമ്പർ 6 നമ്പർ 8, ആര് നമ്പർ 8 ആര് നമ്പർ 6 കളിക്കണം, ഇവർ തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എലീറ്റ് ആൻഡർസൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം കോവച്ചിച്ചിനെ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. കാരണം ആൾക്ക് ക്ലാരിറ്റി വന്നു, എൻ്റെ പൊസിഷൻ ഇതാണ്. പക്ഷെ എലീറ്റ് ആൻഡർസൺ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതേ സെയിം പ്രശ്നം ആഴ്സണലിനുണ്ട്. ആഴ്സണലിൽ ബ്രൂണോ ഗിമീറസും അതുപോലെ തന്നെ മറ്റേ ലൂയിസ് കെല്ലി ആയിരുന്നു കളിച്ചിരുന്നത്. ഒരു യങ് പ്ലെയറും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ സൈനിങ്ങാണ് കളിച്ചിരുന്നത്. അവിടെയും അതേ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത് അവരുടെ ആ ഒരു 4-2-3-1 ഫോർമേഷനിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിന്റെ പൊസിഷനിൽ കളിച്ച മാർട്ടിൻ ഒഡേഗാർഡ്, അവരുടെ ക്യാപ്റ്റൻ. അദ്ദേഹം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു. നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് ആ ഒരു പ്രശ്നം അദ്ദേഹം സോൾവ് ചെയ്തു. അദ്ദേഹം ആ ഇറങ്ങി വന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ പൊസിഷൻ മിസ്സായാലും ആ ഒരു ഗ്യാപ്പ് ആ ഒരു പ്ലെയർ ഫില്ല് ചെയ്തു, മാർട്ടിൻ ഒഡേഗാർഡ്. മറുഭാഗത്ത് സിറ്റിയെ സംബന്ധിച്ച് സിറ്റിയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചിരുന്നത് മറ്റേ വിങ്ങിലൊക്കെ കളിക്കുന്ന ഫിൽ ഫോഡൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും. എന്നാൽ ഫിൽ ഫോഡൻ ഇത്രയും ഈ ഒഡേഗാർഡിന്റെ അത്രയും ഇറങ്ങി ഡീപ്പിലേക്ക് വന്ന് ബോൾ കളക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതായത് ഇവർക്ക് തമ്മിൽ കൺഫ്യൂഷൻ ആണല്ലോ, ആർക്ക് നമ്പർ 6 കളിക്കണം, ആര് നമ്പർ 8 കളിക്കണം, കൺഫ്യൂഷൻ. ഇവരിങ്ങനെ കയറുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു സ്പേസ്, ആ സ്പേസ് കവർ ചെയ്യാനായിട്ട് ഡിഫൻഡേഴ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. 2 സെൻറ്റർ ബാക്ക് മാറി മാറി കയറി പോകുന്ന കാണാം. എസ്പെഷ്യലി ആ ഒരു ജോസ്കോ ഗാർഡിയോള പല തവണ അദ്ദേഹത്തിന്റെ ആ ഒരു ലൈനിൽ നിന്ന് ഫ്രണ്ടിലോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം എന്താ, സ്പേസ് ഗ്യാപ്പ്, അവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ ഒരു പ്രശ്നമാണ് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു സിറ്റിയുടെ ഡിഫൻസിനെ എൻറ്റയർലി പൊളിച്ചടുക്കി കളഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ മിഡ്ഫീൽഡറിന് ആവശ്യമുണ്ട്. അതും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡറിനെ കിട്ടിക്കഴിഞ്ഞാൽ
അവിടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് എൻസോ ഫെർണാണ്ടസിനെ എങ്ങനെയെങ്കിലും ടീമിൽ എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. എൻസോ ഫെർണാണ്ടസിനെ ടീമിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസത്തിൽ വൈകിട്ട് 5 മണി, അതായത് UK ടൈം വൈകിട്ട് 5 മണിയോടുകൂടി 120 മില്യൺ പൗണ്ടിന്റെ ആ ഒരു ഓഫർ അവിടെ അവസാനിച്ചു എന്നാണ് ചെൽസി പറഞ്ഞിട്ടുള്ളത്. ഡെഡ് ലൈൻ അതായിരുന്നു. അപ്പൊ അതിനുശേഷം സിറ്റി അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, എൻസോ ഫെർണാണ്ടസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സിറ്റിയെ സംബന്ധിച്ച് സിറ്റി പല പ്ലേയേഴ്സിനെയും വിറ്റിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതെല്ലാം സെറ്റാക്കി ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനമൊക്കെ ഇതുപോലത്തെ ബിഗ് സൈനിങ്സിനൊക്കെ ഇനി പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഓൾറെഡി ഒരു ബിഗ് സൈനിങ് അവർ ചെയ്തു. അത് മാത്രമല്ല 85 മില്യൺ പൗണ്ടാണ് മറ്റേ ആ ഒരു യങ് പ്ലെയർ 18 വയസ്സുള്ള ആ ഒരു മൊറോക്കൻ യങ്സ്റ്ററിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് സിറ്റിക്ക് സ്പെൻഡ് ചെയ്യണം വീണ്ടും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സൈനിങ്ങിന് ഇത്രയും ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എൻസോ ഫെർണാണ്ടസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറിനെ സിറ്റി സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ സിറ്റിയെ സംബന്ധിച്ച് കാര്യങ്ങൾ വലിയ രീതിയിൽ കുഴയാനുള്ള സാധ്യതയുണ്ട്. മിഡ്ഫീൽഡ് ഒട്ടും ബാലൻസ് അല്ല. മിഡ്ഫീൽഡ് ബാലൻസ് മാത്രമല്ല, മിഡ്ഫീൽഡിൽ ഓൾറെഡി 3 പ്ലെയേഴ്സ് മിഡ്ഫീൽഡ് വിട്ട് പോയി. ആകെ ഒരു സൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് പ്രോപ്പറായിട്ട്. അതുകൊണ്ട് തന്നെ ടീമിൽ ഇനിയും സൈനിങ്സിന്റെ ആവശ്യമുണ്ട്. ഒരു മിഡ്ഫീൽഡിന് ഓൾറെഡി ഇവർ സെറ്റ് ആക്കിയിട്ടുണ്ട്, പൈസ മാത്രം കൊടുത്താൽ മതി, ആ ഒരു മൊറോക്കൻ താരത്തെ കിട്ടും. വീണ്ടും ഒരു മിഡ്ഫീൽഡിനെ കൂടെ സൈൻ ചെയ്താൽ മാത്രമേ ഈ ഒരു സീസണിൽ ഒരു മികച്ച പെർഫോമൻസിലേക്ക് ഇവർക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രീമിയർ ലീഗ് നേടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ഗെയിം, ഒറ്റ ഗെയിം വെച്ചിട്ട് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല. ആദ്യത്തെ ഒരു മാച്ചാണ് എൻസോ മരസ്കയുടെ കീഴിൽ. ഒരു പ്രോസസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആദ്യത്തെ സീസണിലൊന്നും പെപ് ഗാർഡിയോളയുടെ കീഴിൽ മാൻ സിറ്റി അത്ര വലിയൊരു പുലി ടീമൊന്നും അല്ലായിരുന്നു. പിന്നീടുള്ള സീസണുകളിലാണ് അവർ ടോപ്പ് ടീമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻസോ മരസ്കയുടെ കീഴിൽ ഈ ഒരു സീസൺ അത്ര മികച്ചൊരു സീസൺ ആകണം എന്നൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു ടോപ്പ് 4ൽ എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു മത്സരം മാത്രം വെച്ചിട്ട് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല. സ്റ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ ടീമിൽ ഞാൻ കണ്ട ഇത്രയും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നാൽ സോൾവ് ചെയ്യാൻ പറ്റും. അറിയാലോ, സിറ്റിയുടെ മാനേജ്മെന്റ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്മെന്റ് ഇൻ ദ വേൾഡ് ആണ്. അവരുടെ സൈനിങ്സ്, അവർ കൊണ്ടുവരുന്ന പ്ലെയേഴ്സ് ഒക്കെ നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു അണ്ടർ 25 കാറ്റഗറിയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് എലിയറ്റ് ആൻഡർസൺ, സൈൻ ചെയ്തു. അതുപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിഡ്ഫീൽഡർ നടത്തിക്കൊണ്ടിരുന്നത് ആളെയും സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ സൈനിങ്സ് അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റിയുടെ മാനേജ്മെന്റ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഫ്യൂച്ചർ പ്ലാൻ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. അവർ എന്തായാലും ആ ഒരു ട്രസ്റ്റ് ദ പ്രോസസ്, ആ ഒരു പരിപാടി കറക്റ്റായിട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റീസ് ഭയങ്കര ചെറുതാണ്. എക്കോ ഉള്ളൊരു റൂം, ഇതിലെ എക്കോ കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ മേല. ഈ ഒരു മൈക്ക് വെച്ചിട്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു ഫോൺ വെച്ചിട്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും, ഓഡിയോ ക്വാളിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കുറവായിരിക്കും. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുൾ സ്റ്റാർ.